ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യു വാലറ്റ്. അപ്പോൾ മോഡൽ എക്സാമിന് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് 24 ചൊവ്വാഴ്ച ഫിസിക്സ് എക്സാം ആണ് ഇനി നമുക്ക് വരുന്നത്. തിങ്കളാഴ്ചത്തെ പരീക്ഷ മാറ്റി വെച്ചു. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, 25 നിങ്ങൾക്ക് ഇനി ബയോളജി ഉള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 21 24 വരുന്ന ഫിസിക്സ് പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കാം, ഏതാണ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, എങ്ങനെ കംപ്ലീറ്റ് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം ഫിസിക്സിനെ കുറിച്ച് ഒരു കാര്യം പറയാം. നിങ്ങൾ ഇതൊരു മോഡൽ എക്സാം ആണല്ലോ, ഇത് വലിയ കാര്യമില്ലയോ എന്ന് വിചാരിക്കരുത്. കാരണം മാർച്ച് 6 +2 കുട്ടികൾക്ക് ആദ്യത്തെ പബ്ലിക് എക്സാം ഫിസിക്സ് ആണ്. അപ്പൊ ഈ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ 24 അവിടുന്ന് കുറച്ച് ദിവസം കൂടി ഉള്ളൂ നമുക്ക് പബ്ലിക്കിനെ. അപ്പൊ ഈ മോഡൽ എക്സാമോട് കൂടി നിങ്ങളുടെ മെജോറിറ്റി വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ ഒരു റൗണ്ട് പഠനം കഴിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ മോഡൽ എക്സാമിന്റെ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാനും ബാക്കി സബ്ജക്റ്റ് ഒക്കെ പഠിക്കാനാണ് ഇനിയുള്ള ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ പബ്ലിക് എക്സാം ഫിസിക്സ് ആണ്. അപ്പോൾ ഈ ഒരു മോഡൽ എക്സാമോട് കൂടി നമുക്ക് 2 ദിവസം ഗ്യാപ്പും കിട്ടിയിട്ടുണ്ട്. ഇന്ന് 21 ആണെങ്കിൽ 22ഉം 23ഉം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഫിസിക്സ് സമയമുണ്ട്. ഈ 2 ദിവസം മാക്സിമം ഫിസിക്സ് എങ്കിലും നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ ആ പബ്ലിക് എക്സാം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ പാടും പഠിച്ച് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പൊ ഫിസിക്സിലെ ഡെറിവേഷൻസ് ചോദിക്കും, എന്നാൽ ഫുൾ ഡെറിവേഷൻസ് ആവണമെന്നില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ കുറവാണ്. ഡെറിവേഷൻസ് ഉണ്ടാവും, ന്യൂമറിക്കൽസ് ഉണ്ടാവും, ചിലപ്പോൾ കൂടുതലും ന്യൂമറിക്കൽസ് ആവാം. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടാവും. ഒരു 20 മാർക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ഡെഫിനിഷൻസുകൾ ഇപ്പോൾ കുറേ തവണകളായി ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ നമുക്ക് ഫുൾ ഡെഫിനിഷൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ, കുറച്ച് ടഫായ ചോദ്യങ്ങൾ നോക്കണം. പിന്നെ കഴിഞ്ഞ വർഷം വന്നതുപോലെയുള്ള കുറച്ച് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും കൂടി നോക്കണം. ഇതൊക്കെ നോക്കിയിട്ട് വേണം ഫിസിക്സ് പരീക്ഷയ്ക്ക് പ്രിപ്പയർഡ് ആവാനായിട്ട്. ഇനി പല കുട്ടികളുടെയും പ്രശ്നമാണ് ഫിസിക്സ് മൊത്തത്തിൽ ടഫായിട്ടാണ് വരാറുള്ളത്. പലർക്കും അത് ചെയ്യാൻ പറ്റാറില്ല. ഇതേപോലെ ഇപ്പൊ ഈ മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എത്രത്തോളം പഠിക്കാനുണ്ട്, നിങ്ങൾ എവിടം വരെ എത്തി എന്നുള്ളത്. അപ്പൊ ഇനിയും +2 പഠിക്കാത്തവർക്ക്, പാസ്സാവാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയുന്നു എന്ന് മാത്രം. നമ്മൾ ഫെബ്രുവരി 26 മുതൽ റിവിഷൻ ബാച്ച് തുടങ്ങാണ്. റിവിഷൻ ബാച്ച് എന്നൊരു പേരിട്ടു എന്ന് മാത്രം. ഒന്നും പഠിക്കാത്തവർക്കും ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം, പഠിച്ചവർക്കും അഡ്മിഷൻ എടുക്കാം. അതായത് ഇതൊരു 10 ദിവസത്തെ ബാച്ച് എന്നൊന്നും പറയുന്നില്ല. മാർച്ച് 15 വരെയാണ് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റുകളൊക്കെ പബ്ലിക് എക്സാം ഉള്ളത്. അപ്പോൾ 26 മുതൽ മാർച്ച് പകുതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ചാണിത്. ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം ലൈവിൽ പഠിപ്പിക്കുന്ന ബാച്ചാണ്. ഫുൾ ചാപ്റ്റർ ക്ലാസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, എക്സാമിന് ഇനി വരാൻ സാധ്യതയുള്ളത്. മോഡൽ എക്സാമിന്റെ പേപ്പർ നോക്കി, വെയിറ്റേജ് നോക്കി, ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും അങ്ങനെ എക്സാമിന് എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ അത്രയും ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം ലൈവിൽ പഠിപ്പിക്കുന്ന ഒരു പുതിയൊരു ബാച്ച് തുടങ്ങിയേക്കാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിൽ 500 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് 4 സബ്ജക്റ്റും ചേർന്ന് 500 രൂപ മാത്രമേ ഉള്ളൂ. 500 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് കിട്ടും. ഇതിൽ ഇനി എക്സാം ഓറിയന്റ് ചെയ്ത് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ലൈവിൽ പഠിപ്പിക്കുക. ഫുൾ ചാപ്റ്റർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുകയും ചെയ്യും. അതായത് നിങ്ങൾ ഇപ്പൊ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ചാപ്റ്റർ ക്ലാസ് നമ്മൾ ആദ്യമേ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ ഫ്രീ ആവുന്നുണ്ടോ, നിങ്ങൾക്ക് എപ്പോഴാണ് പഠിക്കാൻ തോന്നുന്നത്, അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി റെക്കോർഡ് ക്ലാസ്സസ് നോക്കി പഠിക്കാം, സംശയങ്ങളൊക്കെ ചോദിക്കാം. ഉറപ്പുള്ള ഭാഗങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് ലൈവിൽ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ലൈവിൽ കയറുക, അത് കഴിഞ്ഞ് ഇടയിൽ സമയം കിട്ടുമ്പോൾ റെക്കോർഡ് സെഷൻസ് ഞാൻ അയച്ചത് കാണാം. അപ്പൊ എല്ലാ സെക്ഷൻസും നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇനിയുള്ള ദിവസം പഠിച്ചാൽ മതി. ഇനിയുള്ള ദിവസം ഒന്ന് ഫോക്കസ് ചെയ്ത് സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മുടെ ഈ ഒരു ബാച്ച് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് സ്റ്റഡി പ്ലാൻ ഞാൻ തരുന്നതാണ്. ടൈം ടേബിൾ ഉണ്ട്. അത് പ്രകാരം അങ്ങോട്ട് പഠിച്ചാൽ A+ വരെ നിങ്ങൾക്ക് വാങ്ങാം. ഇനിയുള്ള ദിവസം വേണം എന്ന് വിചാരിച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാച്ച്. ഇതിൽ ഷോർട്ട് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ആരെങ്കിലും ഇംപ്രൂവ്മെന്റ് എഴുതുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള ക്ലാസ്സും ഉണ്ട്. ഇംപ്രൂവ്മെന്റ് എഴുതുന്ന കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റിന് 300 റുപ്പീസ് മാത്രമേ ഫീസ് ഉള്ളൂ. അതും ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, ബയോളജി ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ക്ലാസ്സസ് ഇതിലുണ്ട്. ഇംപ്രൂവ്മെന്റിന് ഒരു സബ്ജക്റ്റ് 300 മാത്രം. ഇതിന്റെ കൂടെ നമ്മൾ ബയോളജി കൊടുക്കും, പക്ഷെ ബയോളജിക്ക് ലൈവേ ഇല്ല. ബയോളജിക്ക് നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അത് ലൈവ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നില്ല, കാരണം എൻ്റെ ക്ലാസ് അല്ല ബയോളജി, മറ്റൊരു സാർ എടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇതാ ഫിസിക്സും കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് ഒക്കെ നിങ്ങൾക്കുണ്ട്.
ഉറപ്പുള്ള ഭാഗങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണ്. താല്പര്യമുള്ളവരെ 500 രൂപ പേ ചെയ്ത് എത്രയും വേഗം സീറ്റ് ഉറപ്പിക്കുക. 26-ാം തീയതി വരെ അഡ്മിഷൻ എടുക്കുള്ളൂ. അത് കഴിഞ്ഞ് അഡ്മിഷൻ എടുക്കില്ല. കുറേ കുട്ടികളെ നമ്മൾ വലിച്ചു വാരി എടുത്ത് കുറേ അഡ്മിഷൻ കൂട്ടാന്നുള്ളതല്ല ഉദ്ദേശം. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഉറപ്പുള്ളത് സിമ്പിളാക്കി മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. താല്പര്യമുള്ളവരെ 8891758801 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് തരാം. എത്ര വേഗം അഡ്മിഷൻ എടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം. ഞാനിത് 21-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് നിങ്ങൾ ഇരുന്ന് ബയോളജി പഠിക്കുക. ഞാൻ ചിലപ്പോൾ നിങ്ങൾ ലേറ്റ് ആയിട്ടാവും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. ഈ വീഡിയോ കണ്ട കുട്ടികൾ മാക്സിമം കുട്ടികളിലേക്ക് അയച്ചു കൊടുക്കുക. അവർ നാളെ മുതൽ പഠിക്കാൻ തുടങ്ങട്ടെ. അപ്പൊ ഇന്ന് 21-ാം തീയതി നിങ്ങൾ പറ്റുന്നത്ര ബയോളജി പഠിച്ചോ, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. നാളെ മുതൽ ഇത് പ്രകാരം പഠിക്കണം. നമുക്ക് ഫിസിക്സ് പെർഫെക്റ്റ് ആയിട്ടെങ്കിലും പഠിച്ചു പോകണം. ആദ്യത്തെ പബ്ലിക് എക്സാം കൂടിയാണ് ഫിസിക്സ്. അപ്പൊ ഈ 2 ദിവസം നമ്മുടെ ഒരു റൗണ്ട് ഫുൾ പഠിച്ചു കഴിയണം. രാവിലെ 22-ാം തീയതി എന്ന് പറഞ്ഞാൽ നാളെ ഞായറാഴ്ച മുതൽ രാവിലെ റയോപ്റ്റിക്സ് പഠിക്കുക. 10 മണി വരെ സമയം തരാം. നീ 10 മണി വരെ എടുക്കണം എന്നില്ല. 8 മണി വരെ പഠിക്കാൻ പറ്റുന്നവരുണ്ട്, 9 മണി വരെ പഠിക്കാൻ പറ്റുന്നവരുണ്ട്, 10 മണി വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. റയോപ്റ്റിക്സ് അത്രയും വെയിറ്റേജ് ഉള്ള 13 മാർക്കിന് വെയിറ്റേജ് ഉള്ള പാടാ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സാവാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് റയോപ്റ്റിക്സ് എന്ന് പറയുന്ന 9-ാമത്തെ ചാപ്റ്റർ ഫിസിക്സിലെ പഠിക്കുക. ഡെഫിനിഷൻസും ഡെറിവേഷൻസും ന്യൂമറിക്കൽസും ഒക്കെ പഠിക്കുക. ഇപ്പൊ നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുത്താൽ ഇതിന്റെ ഒക്കെ ക്ലാസ് ഇപ്പൊ തന്നെ നമ്മൾ അയച്ചു തരും. അപ്പൊ നാളെ മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ അയച്ച ക്ലാസ് നോക്കി പഠിച്ചാലും മതി. അപ്പൊ രാവിലെ 6 മുതൽ 10 മണി വരെ ഫിസിക്സ് റയോപ്റ്റിക്സ് പഠിച്ചു തീർക്കണം. നമ്മൾ അയക്കുന്ന ക്ലാസ് മാത്രം കണ്ടാൽ മതി. 2 പാർട്ടേ ഉണ്ടാവുള്ളൂ. അതിൽ വേണ്ടതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യും. ഇനി അത് കഴിഞ്ഞ് 11 മണി മുതൽ 1 മണി വരെ ഞാൻ 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പ് ഇട്ട സമയം ഒന്ന് ഫ്രഷ് ആവുക, ഒന്ന് കുളിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം, റെസ്റ്റ് ചെയ്യാം. 11 to 1 മണി ചാപ്റ്റർ 1 പഠിക്കുക. ഫിസിക്സിലെ നല്ല വെയിറ്റേജ് ഉള്ള ഒരു 8-9 മാർക്കിന് വെയിറ്റേജ് ഉള്ള പാടാണ്. സോ വെയിറ്റേജ് ഉള്ള 2 പാഠം പെർഫെക്റ്റ് ആയിട്ട് തീരും. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. 2:30 അടുത്തത് പഠിച്ചാൽ മതി. 5 മണി വരെ ചാപ്റ്റർ 4 പഠിക്കുക. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഇടുക. ഫുഡ് കഴിക്കാനും റെസ്റ്റ് ചെയ്യാനും ഒന്ന് നടക്കാനൊക്കെ ഒന്ന് ഗ്യാപ്പ് ഇടുക. അപ്പൊ ഒന്ന് കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. ഓക്കെ, ചാപ്റ്റർ 4 നല്ല വെയിറ്റേജ് ഉണ്ട്. 8-9 മാർക്കിന് വെയിറ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞ് 6 to 7 ചെറിയ ചാപ്റ്റർ വെയിറ്റേജ് കുറഞ്ഞ 4 മാർക്കിനൊക്കെ വെയിറ്റേജ് ഉള്ള ചെറിയൊരു ചാപ്റ്റർ അത് പഠിക്കുക. അത് കഴിഞ്ഞൊരു 8 to 10 മണിക്കുള്ളിൽ ചാപ്റ്റർ 2ഉം 3ഉം നോക്കുക. അതിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് നോക്കുക. ഞാൻ ഈ അയച്ച ഈ ഓരോ സമയത്തും നിങ്ങൾ എക്സാമിന് വരുന്ന ഭാഗങ്ങൾ പഠിച്ചോളോ. അത് ഏതൊക്കെയാന്നുള്ള വീഡിയോ ഉടൻ തന്നെ ഇടാം. ഫിസിക്സിലെ ഓരോ ചാപ്റ്റർ വൈസ് ഷുവർ ക്വസ്റ്റ്യൻസ് ഏതാന്നുള്ളത് വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യാം. അപ്പൊ അത് നോക്കി പഠിച്ചാൽ മതി. ഇത് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് നാളെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ നോക്കി പഠിക്കാം. നിങ്ങൾ എപ്പോൾ അഡ്മിഷൻ എടുത്തോ അപ്പം തന്നെ ക്ലാസ്സുകൾ നമ്മൾ അയച്ചു തരും. അപ്പൊ ഈ സമയത്തൊക്കെ ആ ക്ലാസ് നോക്കി പഠിച്ചാൽ മതി. നമ്പർ മറക്കണ്ട, 8891758801 കേട്ടോ. ഇതിനിടയിൽ സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ നാളെ മുതലൊക്കെ ഫിസിക്സിന് വേണ്ടി വീഡിയോസ് ഒക്കെ ഇടും. അപ്പൊ ആ വീഡിയോസ് ഒക്കെ നോക്കാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കാം കേട്ടോ. ഇനി 23-ാം തീയതി പരീക്ഷ തലേ ദിവസം രാവിലെ 8:30 വരെ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എണീക്കാം. 8:30-ക്കുള്ളിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന വെയിറ്റേജ് ഉള്ള ഒരു 10 മാർക്കിന് വെയിറ്റേജ് ഉള്ള പാഠം പഠിക്കുക. പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക, ഉറപ്പുള്ളത് പഠിക്കുക. അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇട്ട് 9:30 to 11:30 വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന വെയിറ്റേജ് ഉണ്ട്. ഒരു 6 മാർക്കിനൊക്കെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്, അത് പഠിക്കുക. ദെൻ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, ഒന്ന് ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കുക. 1 മണി to 3 മണി സെമി കണ്ടക്ടർ കുറെ പഠിക്കാനുണ്ട് അതിൽ തിയറി ഒക്കെ. എന്നാൽ വെയിറ്റേജ് ഒരു 5 മാർക്കേ ഉള്ളൂ, എന്നാൽ അത് പഠിച്ചോളൂ. 4 to 6 മണി ആറ്റം ന്യൂക്ലി ചാപ്റ്റർ 6. ഇത് 3ഉം ക്ലബ് ചെയ്ത് ഇത് ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ 3 പാഠങ്ങളാണ്. ഇതിൽ ചാപ്റ്റർ 6 ആണ് കുറച്ചും കൂടി വെയിറ്റേജ് ഉള്ളത്, അത് ആദ്യം പഠിച്ചു. ഈ 3 പാഠങ്ങൾ ക്ലബ് ചെയ്ത് പഠിക്കുക. 6 മണി എന്നുള്ളത് 7 മണി ആയാലും കുഴപ്പമില്ല, അതിലൊക്കെ വരുന്ന ഉറപ്പുള്ള ഭാഗങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞ് 7 to 8 ചാപ്റ്റർ 8ഉം ഡുവൽ നേച്ചറും നോക്കുക. 8:30-ക്ക് ശേഷം നിങ്ങൾ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഞാനിരുന്ന വീഡിയോസ് കാണുക, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കുക. ഇത് നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ പ്രകാരം പോയില്ല, ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചോ, നിങ്ങൾ ഇതിലെ വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ തീർത്താലും മതി. ഇപ്പൊ ഈ ആറ്റം, ന്യൂക്ലി, ഡുവല് ഇതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മോഡൽ എക്സാമിന് ഈ 3 പാഠം ഒഴികെ ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം മോഡൽ എക്സാം ഫുൾ ആയി തീർന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ 3 എണ്ണം ഒഴികെ ബാക്കിയുള്ള പാഠങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താം. നിങ്ങൾ മെജോറിറ്റി വെയിറ്റേജ് ഉള്ള പാഠങ്ങളൊക്കെ പബ്ലിക്കിന് മുമ്പ് അവസാനിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പഠിച്ചു പൊക്കോളൂ. നാളെ മുതലേ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ, അവരും പഠിക്കട്ടെ. അപ്പോൾ ബാച്ചിന്റെ കാര്യം മറക്കണ്ട.
വളരെ കുറച്ച് കുട്ടികൾക്കാണ് അഡ്മിഷൻ നമ്മൾ കൊടുക്കുന്നത്. ഫെബ്രുവരി 26 വരെ അഡ്മിഷൻ എടുക്കുന്നുള്ളൂ. വളരെ ഫാസ്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തോളൂ. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക, കോൾ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. നമ്പർ നോട്ട് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പൊ നമുക്കിനി ഫിസിക്സിന്റെ വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക് യു.